ചികിത്സാ പിഴവിനെ തുടർന്ന് 1-ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചതിൽ മാതാപിതാക്കൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ്. റാന്നി മാർത്തോമ ആശുപത്രിയിലെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കുവാനും കമ്മീഷൻ ഉത്തരവിട്ടു. 2024 ഫെബ്രുവരിയിലാണ് പത്തനംതിട്ട റാന്നിയിൽ 1-ാം ക്ലാസ് വിദ്യാർത്ഥി ആരോൺ വി വർഗീസ് മരിച്ചത്. നന്ദുഷ നൽകും വിവരങ്ങൾ. നന്ദുഷ, വിശദാംശം. കഴിഞ്ഞ വർഷമാണ് വലതു കൈയുടെ ഒടിവിനെ തുടർന്ന് ആരോണിനെ റാന്നി മാർത്തോമ ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്കായി എത്തിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ശസ്ത്രക്രിയയ്ക്കായി ആരോണിന് അനസ്തേഷ്യ നൽകേണ്ടതായ ഒരു ആവശ്യമുണ്ടായിരുന്നു. ഈ അനസ്തേഷ്യ മരുന്നിലെ അളവുമായി ബന്ധപ്പെട്ട ഒരു പിശകാണ് ആരോണിന്റെ മരണത്തിലേക്ക് പിന്നീട് നയിച്ചതും. എന്നാൽ ആ സമയത്ത്, അതായത് ആരോണിന്റെ മരണം നടന്ന സമയത്ത് ആശുപത്രി അധികൃതർ ചികിത്സാ പിഴവാണെന്ന് സമ്മതിച്ചിരുന്നില്ല. പിന്നീട് ബാലാവകാശ കമ്മീഷനിലും പോലീസിലും അടക്കം മാതാപിതാക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് വിപുലമായ അന്വേഷണം നടന്നതും വിശദമായി ഈ കാര്യങ്ങളൊക്കെ വ്യക്തത വരികയും ചെയ്തത്. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പുറത്തിറക്കിയിട്ടുള്ള റിപ്പോർട്ടിലാണ് ഇപ്പോൾ ആശുപത്രിക്കെതിരെ ഗുരുതര പരാമർശമുള്ളത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ആശുപത്രിക്കെതിരെ ചുമത്തും. അതോടൊപ്പം ആരോണിന്റെ മാതാപിതാക്കൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാര തുകയായി നൽകുമെന്നും ബാലാവകാശ കമ്മീഷന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ശരി, നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നും.